നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ 2 കറികൾ ഉണ്ടാക്കാം. ഒരു ഒഴിച്ചുകറിയും ഒരു തോരനും. കുമ്പളങ്ങ വെച്ചൊരു ഒഴിച്ചുകറിയും പിന്നെ കായ, ഇത് മൊന്തൻകായാണ്, ഇത് വെച്ചിട്ടൊരു തോരനുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കുമ്പളങ്ങ കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു 1/4 കിലോ കുമ്പളങ്ങയുണ്ട്. പിന്നെ മാങ്ങ, ഇത് പച്ചമാങ്ങ ഞാൻ ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചിട്ട് അത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇതില്ലെങ്കിൽ നമുക്ക് പച്ചമാങ്ങ, ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ എടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, പിന്നെ പച്ചമുളക് വേണം, പിന്നെ കടുക് വറക്കാൻ വേണ്ടിയിട്ടുള്ള ഉണക്കമുളക്, ഉള്ളി, കറിവേപ്പില. പിന്നെ ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 3/4 സ്പൂണോളം മുളക് പൊടിയുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി, സാധാരണ ജീരകം, അത് 1-2 നുള്ളു. പിന്നെ ഞാൻ ഈ കുമ്പളങ്ങ കറി വെക്കുന്നതിനൊപ്പം തന്നെ കായത്തോരനും കൂടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം കായത്തോരന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കായത്തോരന് വേണ്ടിയിട്ട് 3 മൊന്തൻകായ എടുത്തിട്ടുണ്ട്. ഈ മൊന്തൻകായ്ക്ക് പകരം ഏത്തക്കായും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ആണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട്. കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി, 2-3 പച്ചമുളക്. ഇത് എരിവിനനുസരിച്ച് എടുക്കണം കേട്ടോ, മുളകൊക്കെ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് ഈ കായും കുമ്പളങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും കീറിയിട്ടുണ്ട്, കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിൽ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് ഇത്തിരി വെള്ളവും ഒഴിച്ചൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. കായ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കായ ഞാൻ കുക്കറിലാണ് തോരൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ അരപ്പും റെഡിയാവണം. ഇത് നമുക്കൊന്ന് തോരൻ അരയ്ക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ തോരനുള്ള അരപ്പ് ഞാനിവിടെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി കുമ്പളങ്ങയൊക്കെ അടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് കുമ്പളങ്ങയ്ക്കുള്ള അരപ്പ് റെഡിയാക്കിയാൽ മതി. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുമ്പളങ്ങ അടുപ്പത്ത് വെച്ച ശേഷം മതിയേ. അപ്പോൾ നമുക്കിനി പാചകം തുടങ്ങാം. നമുക്ക് കുമ്പളങ്ങ കറിയും തോരനും ഒരേപോലെ അടുപ്പയിലോട്ട് വെക്കാം. നമ്മളിപ്പോൾ 2-3 കൂട്ടം കറികൾ അടുപ്പയിൽ വെക്കുമ്പം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്, അത് കഴിഞ്ഞിട്ട് അടുത്തത്, അങ്ങനെയല്ലല്ലോ വെക്കുന്നത്. വീട്ടിൽ വെക്കുമ്പം എല്ലാം ഒരേ സമയത്ത് തന്നെയല്ലേ വെക്കുന്നത്. ഇപ്പോൾ 2-3-4 അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ പാചകം ചെയ്യാം. ഞാനിവിടെ കുമ്പളങ്ങ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച ശേഷം നമുക്കത് അടച്ചു വെക്കാം. ഇവിടെ നമ്മുടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ഇത്തിരി കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരച്ചെല്ലാം ഒന്ന് ഒതുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പിടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം, അത്രയും വെള്ളമേ നമ്മൾ ഇതിന് വേണ്ടി ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ കായ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി തീ കൂട്ടി വെച്ച് മാക്സിമത്തിൽ വെക്കുക. ഇനി നമുക്കിത് അടച്ച് വെക്കാം. നന്നായിട്ട് ആവി വരുമ്പം അതിൻ്റെ വെയിറ്റ് ഇടാം. ഈ കുമ്പളങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഇതിൻ്റെ ആവി ശരിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് ഇടാം. ഇതിനി ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഒറ്റ വിസിൽ കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ വെയിറ്റ് ഇടുകയാണ്. ഇത് ഹൈ ഫ്ലെയിമിൽ 1-2 വിസിൽ.
ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ തോരൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ കുമ്പളങ്ങ അതുപോലെ ഒരു വിസിൽ 2 വിസിലായപ്പോഴത്തേനും ഞാൻ ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തോരനൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി തോരൻ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുമ്പളങ്ങയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് മാറ്റി വെക്കാം. എന്നിട്ടൊരു ചീനിച്ചട്ടി വെക്കാം. സ്റ്റൗ ഓൺ ചെയ്യണേ. ചീനിച്ചട്ടി ചൂടായി. നമുക്ക് ആദ്യം ഇതൊന്ന് കടുക് വറക്കാം. കടുക് വറുത്തിട്ട് നമുക്ക് ഈ അരപ്പും ബാക്കി കാര്യങ്ങളും അതിൻ്റെ കൂടെ ചേർക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു പാത്രം കഴുകൽ ലാഭിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കടുക് വറുത്താൽ മതിയാവും. ഞാൻ എന്തായാലും ആദ്യം ഒന്ന് കടുക് വറുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഈ ഉള്ളി അരിഞ്ഞത്, ഉണക്കമുളക്, കറിവേപ്പില, ഞാനിവിടെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഈ കറിവേപ്പിലയും ഈ കടുക് വറുത്ത ഈ സംഭവങ്ങളെല്ലാം കൂടെ വേണമെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് വേണമെങ്കിലും ഇടാം. ഇപ്പം നമുക്കിതിനകത്തേക്ക് തന്നെ ഇടാം. ഈ അരപ്പും ഇതിനോടൊപ്പം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന, നമ്മൾ മാങ്ങ ചേർത്തിട്ടില്ല, പച്ചമാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്പളങ്ങയുടെ ഒപ്പം ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇത് നമുക്ക് നോക്കിയിട്ട് എത്ര പുളി വേണമെന്ന് നോക്കി വെച്ച് ബാക്കിയിടാം. ഈ അരപ്പൊക്കെ ഒന്ന് തിളക്കട്ടെ നന്നായിട്ട്. പുളി കുറവാണ്. ഇത്തിരി മാങ്ങയും കൂടെ ചേർക്കുകയാണ്. ഇപ്പം നമുക്ക് മാങ്ങ ഇല്ല, ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച മാങ്ങയും ഇല്ല, പച്ചമാങ്ങയും ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തൈര് ചേർക്കാം. അപ്പോൾ അത് കുമ്പളങ്ങയെല്ലാം ഇട്ട ശേഷം ലാസ്റ്റ് തൈര് ചേർക്കണം. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു കുമ്പളങ്ങ മോരുകറിയായി മാറും. ഇനിയിപ്പം തൈരും ഇല്ലയെന്ന് വെച്ചോ, തൈരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാളൻപുളി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ കുമ്പളങ്ങ പുളിങ്കറിയായി. ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ ഈ അരപ്പും മാങ്ങ എല്ലാം ചേർന്ന് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഒഴിക്കാം. ഇതൊന്നുകൂടി നന്നായി തിളച്ച് കഴിയുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലെ ഉപ്പും എരിവും പുളിയും എല്ലാം നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് കേട്ടോ ഇടേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ടല്ലോ, നമ്മുടെ ഉലുവാപ്പൊടി. ഇനിയിപ്പം ഉലുവാപ്പൊടി കയ്യിലില്ലെങ്കിൽ കടുക് വറക്കുന്ന സമയത്ത് നമുക്ക് ഉലുവ പൊട്ടിച്ചാൽ മതിയാവും കേട്ടോ. 1 സ്പൂൺ ഉലുവാപ്പൊടി ഇടാണ്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറിയും കായത്തോരനും നമ്മൾ ഒരേ സമയം റെഡിയാക്കി. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും എല്ലാം ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറിയും തോരനും തയ്യാറാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്
ഞാൻ കുറേയധികം ഉള്ളി പൊളിച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ പിന്നെ മുളക് ചതച്ചതും. അപ്പം നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കൂടെ കൂട്ടാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിയും കൂടെ ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഒരു കൈ നിറച്ചുള്ള ഉള്ളിയുണ്ട്. ഈ ഉള്ളി ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അതുപോലെ ഈ മുളകും ചതച്ചതാണ്. ഇത്തിരി എണ്ണ ഒഴിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഈ ഉള്ളി ഇടാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി, ഉപ്പും മുളകും വെളിച്ചെണ്ണയും. ചമ്മന്തി പല വിധത്തിലുണ്ടാക്കാം, ഒരു ടൈപ്പ്. ഈ ഉള്ളി ഒന്ന് ഒരു പകുതി മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് മുളകും കൂടി ഇടാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇടാം. ഈ മുളകും ഞാനിടുകയാണ്. മുളക് നമ്മുടെ എരിവനുസരിച്ച് ഇടണം കേട്ടോ. ഇതിന് നല്ല എരിവായിരിക്കും ഈ ഒരു ചമ്മന്തിക്ക്. ഞാനിത് മുഴുവൻ ഇടുവാണ്. ഇനി ഈ ഉള്ളിയും മുളകും എല്ലാം ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളിയും മുളകും മൊരിയിച്ച ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. നല്ല രസമാണ് ഇത് കുടിച്ചുകൊണ്ട്. ഇതും ഒരിച്ചിരി തൈരുമൊക്കെ ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. സ്റ്റവ് ഓഫ് ചെയ്യാണ്. നമ്മുടെ കുമ്പളങ്ങക്കറി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കായത്തോരൻ നോക്കാം. ഈ കായത്തോരനിൽ ഞാൻ ഒഴിച്ചത് കറക്റ്റ് വെള്ളമായിരുന്നു. ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ കൂടുതൽ ഒഴിക്കാം. അപ്പോൾ അങ്ങനെ വെള്ളം കൂടുതലാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേനും ആ വെള്ളം കറക്റ്റാവും. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ എളുപ്പത്തിലുള്ള 2-3 കറികൾ നമ്മൾ തയ്യാറാക്കി. കുമ്പളങ്ങക്കറിയും തോരനും നമ്മൾ ഒരേ സമയത്താണ് ചെയ്തത്. ചമ്മന്തി ഇതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. നമുക്കിനി ഇത് ഒന്ന് ചോറിൻ്റെ കൂടെ ഒന്ന് വിളമ്പി നോക്കാം. ചോറും കറികളുമൊക്കെ ഞാൻ ഈ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഈ കറികളൊക്കെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഈ കുക്കറിൽ തോരൻ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കേണ്ട ആവശ്യമില്ല. വെന്തോന്ന് നോക്കേണ്ട ആവശ്യമില്ല. അടി പിടിച്ചോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അത് വെച്ചിട്ട് നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാം. അത് അവിടെ ഇരുന്ന് വെന്തോളും. പിന്നെ ഞാൻ കുക്കറിൽ മെഴുക്കുവരട്ടി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാരും കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്